ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്താഗ്രഹമാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് സാധിക്കണമെന്ന്? അതിൽ ദൈവത്തിൻ്റെ തീരുമാനം എന്താണ്? അത് സാധിച്ച് കിട്ടുമോ? എന്താണ് അതിന് വല്ലതും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ഒരു റീഡിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തോളൂ. നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവിടെ ഇരിക്കട്ടെ. ഇതും അവിടെ ഇരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചത്, അത് സാധ്യമാകുമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്നത്? എംപ്രസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെക്കൻഡായിട്ട് 10 ഓഫ് കപ്സ് ആണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഡ്സ്. ഡെത്ത്. ടു ഓഫ് കപ്സ്. ദ വേൾഡ്. ജസ്റ്റിസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ എംപറർ ആണ്. എംപറർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അപ്പോൾ അത് പിന്നീട് പറയാം. എന്താണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർ ആഗ്രഹിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താ? പോസ്റ്റ്പോൺമെൻറ്റ്. സപ്രഷൻ. കോൺഷ്യസ്നെസ്. ദ ലവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് ഗിൽറ്റാണ്. ഗിൽറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇവിടെ നിങ്ങൾക്ക് പലർക്കും
എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, കുറ്റബോധം ഒക്കെയുള്ള ഒരു സാഹചര്യമാണെന്ന് കാണുന്നു. എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ സംശയമാണ് അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് എംപ്രസ്, 10 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് സോഡ്സ്, അതുപോലെ ഡെത്ത്. എന്തായാലും ശരി, ഇവിടെ ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സപ്രഷൻ വന്നിരിക്കുന്ന കോൺഷ്യസ്നെസ്, ജസ്റ്റിസ്, ദ വേൾഡ്. ഇവിടെ ഒരു തുടക്കം വന്നിട്ടുണ്ട്, അതിവിടെ എൻഡാവുന്നു, എൻഡായിട്ട് തുടങ്ങുന്നു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ചില സാഹചര്യങ്ങൾ ഇവിടെ എൻഡാവുകയാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിവോഴ്സ് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മരണം നടന്നിട്ടുണ്ടാവാം. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ചിലപ്പോൾ പലരും ഇവിടെ ഓവർ തിങ്കിങ്ങിലാണ്, ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പല കാര്യങ്ങളും ഇപ്പോഴും പലതിലും സ്റ്റക്കാണെന്നും കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എൻഡാവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇവിടെ എൻഡാവുന്നു, ഒന്ന് വീണ്ടും തുടങ്ങുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് പ്രശ്നങ്ങളിൽ കുഴങ്ങിയിരുന്നവർ, ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയിരുന്നവർ, അല്ലെങ്കിൽ അതിലും സ്റ്റക്കായിട്ടിരിക്കുക. ഒരിടത്ത് നിങ്ങൾ കുറേ കാലം സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടോ? ഏത് കാര്യത്തിലാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ സമയമായിരിക്കുന്നു എന്ന് തന്നെ വേണം ചിന്തിക്കാൻ. കുറേ ദിവസങ്ങൾ, കുറേ കാലങ്ങളോളം നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു, എൻ്റെ ജീവിതം തീർന്നു, ഇത്രയേ ഉള്ളൂ ജീവിതം, ഇനി എനിക്ക് മുന്നോട്ടൊരു വഴിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ലൈഫിനാണ് ഒരു മാറ്റം വരാൻ തുടങ്ങുന്നത്. അവിടെയാണ് ഒരു സ്റ്റാർട്ടിങ് വരാൻ തുടങ്ങുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവങ്ങൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു, എന്തൊക്കെയോ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എൻഡാവാൻ പോകുന്നു. കുറേ കൂടെ അല്ലെങ്കിൽ അനുഭവിക്കണമായിരിക്കും. ഇവിടെ ഇതൊക്കെ കണ്ടില്ലേ? ഇവിടെ സപ്രഷൻ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അടിമത്തം അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ടതായ ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് പ്രതിസന്ധികൾ, നിങ്ങളതിനെ തരണം ചെയ്തത് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ 4 ഓഫ് സോഡ്സ് കണ്ടില്ലേ? ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞു കൂടുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ പറ്റില്ലേ എന്നൊക്കെ മനസ്സിൽ സംശയം പൂണ്ട് കുറേ കാലങ്ങൾ കൊണ്ടേ നിങ്ങൾ വിഷമിച്ചു കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഉത്തരം കാണാത്ത ചില ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുന്നുണ്ടാവാം. എൻ്റെ ജീവിതത്തിന് മാത്രം ഇത് എന്തേ ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇത് ഇങ്ങനെ വരാറില്ലല്ലോ, ഞാൻ എന്താണ് മഹാപാപിയാണോ, ഞാൻ ഇത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ, ഞാൻ നിഷ്കളങ്കമായിട്ടാണ് മറ്റുള്ളവരോട് ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്താണ് എനിക്കിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ പലരും പല കാര്യങ്ങളിൽ ഇപ്പോഴും ഇവിടെ മറ്റുള്ളവരുടെ അടിമയായി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്നും കുറേ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. മുന്നോട്ട് വന്നിട്ട് പോയ കാലത്തിലേക്ക് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ നിങ്ങളുടെ ബോഡി. കണ്ടില്ല? നിങ്ങളുടെ ഈ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതാണ്. ഈ ഒരു മൈൻഡ് എന്താണ്? സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളോടുകൂടി ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ്, ഫെമിനൈൻ എനർജിയാണ്. മനസ്സിലായില്ലേ? ഡിവൈൻ ഫെമിനൈൻ എനർജി ഇത് മുന്നോട്ട് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മുന്നോട്ടുള്ള വരവെന്ന് പറയുമ്പോൾ എവിടെയാണ്? നിങ്ങളൊരു മാറ്റത്തിലേക്ക് വരികയാണ്, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു. ഇവിടെ ഇത് എൻഡാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പഴയതിനെ ഒന്നും നിങ്ങളിനി വെച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യരുത്. മോശമായ കാര്യങ്ങളാവാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് പല വിധത്തിലും. ഒരുപാട് സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം. റിലേഷൻഷിപ്പ് 2 3 ഒക്കെയും ആയിട്ടുണ്ടാവാം. അവിടെ ഒന്നും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാത്ത അനുഭവങ്ങൾ ഉണ്ടാവാം. അവിടെയൊക്കെ എന്താണിത് മുന്നോട്ട് നടക്കാൻ പോകുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ മനഃപൂർവ്വമല്ല ഇത്തരം ബന്ധത്തിൽ ഏർപ്പെട്ടത്, പക്ഷേ ഇങ്ങനെയൊക്കെയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് അത് എൻഡാവാനൊരു സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ.
കാരണം തീർച്ചയായിട്ടും അതിവിടെ എൻ്റെ ആവുകയാണ്. ഡെത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ല, ജസ്റ്റിസ് കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നും ഒരു നീതി ലഭിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സത്യസന്ധരായ ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ളത് കളങ്കമില്ലാത്ത പ്രവൃത്തികളാണ്. മറ്റുള്ളവരോട് നിങ്ങൾ കളങ്കമില്ലാതെയാണ് പെരുമാറിയിട്ടുള്ളത്. അവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നുള്ള ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് എന്ന് കാണുന്നു. കാരണം പല പരിവർത്തനത്തിന് നിങ്ങൾ വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്, പല മാറ്റങ്ങൾക്കും നിങ്ങൾ വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് നിങ്ങൾക്കൊരു ലൈഫ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ ലൈഫ് എത്രമാത്രം സന്തോഷകരമാകുന്നു. നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ ഒരു മാരേജ് ലൈഫിലേക്കാവാം. ഇവിടെ അങ്ങനെ പല എനർജീസും അങ്ങനെ വന്നിട്ടുണ്ട്. പുതിയതായിട്ട് തുടങ്ങുകയോ അല്ല എങ്കിൽ പിരിഞ്ഞിരിക്കുന്നവർ വന്നു ചേരുന്ന എനർജിയും ഇവിടെയാകാം. ഇവിടെ അത്തരത്തിലുള്ള മനോഹരമായ ചില, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 2 ഓഫ് കപ്സ് വന്നിരിക്കുന്നു, ദ എംപ്രസ് വന്നിരിക്കുന്നു, ഇവിടെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഇവിടെ അതുപോലെ തന്നെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്, വേൾഡ് ജസ്റ്റിസ്, ഇതൊക്കെ മേജർ അർക്കാന കാർഡാണ്, ഡെത്ത്. അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് വിധേയമാവുകയാണ്, പുതിയൊരു ചേഞ്ചിന് നിങ്ങൾ വിധേയമാകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാവുന്നു ഈ ഒരു സമയത്ത്, ഈ ഒരു കുറച്ച് കാലങ്ങൾ കൂടി കഴിയുമ്പോൾ. കാരണം ഇവിടെ ഒരു മുന്നേറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്, മുന്നോട്ട് നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു നടപ്പ് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉണ്ടാവൂ, അല്ലെങ്കിൽ കുറച്ച് കാലം കൂടി നിങ്ങളുടെ ആഗ്രഹ പരിധി എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പുതിയൊരു ആഗ്രഹം സാധിച്ചു കിട്ടാനുള്ള ഒരു സമയമുണ്ടല്ലോ. അതായത് ദൈവം നിങ്ങൾക്ക് തീരുമാനിച്ചു തരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിൻ്റെ തീരുമാനം സഫലമാകുക നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അതിനായിട്ടൊരു സമയമുണ്ട്. ഏത് കാര്യത്തിനും ഞാൻ പറയാറുണ്ട് എല്ലായ്പ്പോഴും, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് നേടാനൊരു സമയമുണ്ട്. അർഹിക്കുന്നത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ ഒരുപാടാവാം മനസ്സിലല്ലേ, ഒരുപാട് ആഗ്രഹങ്ങളാവാം. എന്തും നമ്മൾ വെറുതെ ഇരുന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ ഇത് ഒന്ന് സഫലമാകാൻ ചില സമയമുണ്ട്. ആ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്, യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളതാണ് ആ ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്തിലേക്ക് നിങ്ങളിവിടെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകാൻ വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് എൻഡ് ആവുന്നു, ഒന്ന് തീരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ എന്നിട്ട് തന്നെ നിങ്ങൾക്കിവിടെ പുതിയൊരു മാറ്റം സംഭവിക്കുകയാണ്, പുതിയൊരു ചേഞ്ച് വരാൻ പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൺഷ്യസ്നെസ്, ബോധം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. കാരണം പലവിധ പ്രശ്നങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പലവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. മറ്റുള്ളവർ എന്തിന് എന്നെ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായി ഞാൻ എന്തിന് പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവായി അതിൻ്റേതായ ചട്ടക്കൂട് പൊട്ടിച്ച് നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ വെളിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. അവിടെ നിന്നാണ് നിങ്ങൾക്കൊരു നല്ല മാറ്റം വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തതിലും എന്തൊക്കെയോ നിങ്ങൾ പുതിയ പ്രതീക്ഷകൾ നിങ്ങൾക്ക് പൂവണിയുന്നതായും വളരെയധികം ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും പല കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, എന്തിന്, അതൊക്കെ അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. എന്താണ് കാര്യം? നിങ്ങൾക്കതിന് ലഭിക്കാനുള്ള സമയമായിട്ടില്ല. ഈ ആഗ്രഹ സഫലീകരണത്തിനുള്ള സമയം ആയിട്ടില്ലായിരുന്നു. അത് ദൈവം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോൾ മാത്രമേ എന്തും സാധിക്കൂ. പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നു, അതിനെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ വേണം. അത് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ വിചാരിച്ച് മാറ്റി വെച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളുമുണ്ട് ഇവിടെ. അലസത ഒരിക്കലും പാടില്ല.
അലസതയിൽ ആണ്ട് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഡിപ്രഷൻ, ടെൻഷൻ ഒക്കെ അടിച്ച് അല്ലെങ്കിൽ സ്ട്രെസ്സ് ഒക്കെയും അനുഭവിച്ച് കഴിയേണ്ടതായ ഗതികേട് വരും. അതേ സമയത്ത് പോസിറ്റീവായ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തും സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിവിടെ ഒരുപാട് പേർക്ക് വിവാഹം നടക്കാനും അല്ലെങ്കിൽ നല്ല പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആൾക്കാരുടെ എത്തിച്ചേരൽ, ഇതൊക്കെയും ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോൺഷ്യസ്നെസ് ആണ്, നല്ല ഒരു ബോധം ലഭിക്കാൻ പോകുന്നു, ബോധം ഉണ്ടാവാൻ പോകുന്നു. കഴിഞ്ഞുപോയ കാലങ്ങൾ എന്തുകൊണ്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള സമയം നിങ്ങൾക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല, ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഹയർ സെൽഫിൽ നിന്നും ലഭിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ്. പുതിയ പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് ലൈഫിലേക്ക്. നിങ്ങളെ എല്ലാവരും അറിയാനും സ്നേഹിക്കാനും തുടങ്ങുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നതിനേക്കാളും അപ്പുറത്തായിട്ടൊരു ലോകമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം വരാൻ പോകുന്നു. സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അതുതന്നെയാണ് ഇവിടെ കാണുന്ന കാര്യം. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഒന്ന് എൻഡായിട്ട് ഒന്ന് തുടങ്ങുക തന്നെയാണ് ചെയ്യുന്ന. ജീവിതത്തിന് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് കഴിയും. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചട്ടക്കൂടിൽ നിന്നും നിങ്ങൾ വെളിയിലേക്ക് വരിക, അത് പൊട്ടിച്ച് ദൂരെ എറിയുക. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് സീബ്രയാണ്. കാരണം എന്താണ്? ലെറ്റ് ഗോ ഓഫ് യുവർ ഫിയർ ആൻഡ് നോ ദാറ്റ് യു ആർ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അറ്റ് ആൾ ടൈംസ്. കണ്ടില്ലേ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് ഭയമുണ്ടാവാം, പേടി. എനിക്കത് സാധിക്കുമോ? ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒരുപാട് കണ്ടില്ലേ, ഇവിടെ മറ്റുള്ളവരുടെ അടിമയായി അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്ന, ഇവിടെ ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സീബ്ര നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ആണിത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മൃഗം പറയുന്നത്, ഈ ഒരു അനിമൽ പറയുന്നത്, ഈ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് ഗോ ഓഫ് യുവർ ഫിയർ. നിങ്ങളുടെ പേടിയെല്ലാം നിങ്ങൾ വിട്ടുകളയൂ. നിങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടാവും, അത് സാധിക്കുമോ, ഇത് സാധിക്കുമോ. പക്ഷേ അത്തരത്തിലുള്ള പേടിയെ നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം. എന്നിട്ടോ യു ആർ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അറ്റ് ആൾ ടൈംസ്. നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളിവിടെ സേഫാണ്, ഞാനിവിടെ സുരക്ഷിതനാണ്, ഞാൻ എപ്പോഴും ഞാൻ പ്രൊട്ടക്റ്റഡാണ്. ഹയർ സെൽഫിൽ നിന്നും ഞാൻ പ്രൊട്ടക്റ്റഡാണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സിൽ നിന്നും ഞാൻ പ്രൊട്ടക്റ്റഡാണ്. എനിക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ട്, ഞാൻ സുരക്ഷിതനാണ് എന്ന് എല്ലായ്പ്പോഴും മനസ്സിലാക്കുക തന്നെ വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? എന്താഗ്രഹമാണ് സാധ്യമാകുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹം സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ആഗ്രഹം സാധ്യമാകുമോ? ദൈവത്തിൻ്റെ തീരുമാനം എന്താണ്? എന്ത് തീരുമാനമാണ് ദൈവം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്? ക്വീൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ടെമ്പറൻസ്, ജസ്റ്റിസ്, ഇവിടെയും ജസ്റ്റിസ് വന്നിട്ടുണ്ട് കണ്ടോ. എന്താണ് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്?
ഹെർമിറ്റ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ഹാങ്ഡ് മാൻ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. സോറി, മെച്യൂരിറ്റി, കോൺഷ്യസ്നെസ്, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ വിഷൻ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ബർഡനാണ്. ഒരുപാട് പാണ്ടക്കെട്ടുകൾ നിങ്ങൾ ചുമക്കുന്നുണ്ടാവാം. അതെല്ലാം താഴെ വയ്ക്കാൻ സമയമായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ എന്താണ്, നിങ്ങൾക്ക് നീതി ലഭിക്കാറായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ്, ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ തീരുമാനമെടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു ചിലരൊക്കെ. അതേ സമയത്ത് പലരും എന്ത് വേണമെന്നറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. എന്നാൽ നിങ്ങളെക്കൊണ്ട് കഴിവില്ലാത്തതായിട്ടൊന്നുമില്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല താനും. പക്ഷേ ചില സമയത്തൊക്കെ നിങ്ങളുടെ എനർജി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ പുതിയൊരു വഴിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് കിട്ടും. കാരണം എന്താണ്, നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കണ്ട, പുതിയതായിട്ട് ഒരു വേയിലൂടെ വരൂ. ഇത്ര നാളും നിങ്ങൾ ചിന്തിച്ചിരുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ചില തീരുമാനങ്ങളിൽ നിന്നും അത് നിങ്ങൾക്ക് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പുതിയ വഴിയിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. അങ്ങനെ പുതിയൊരു വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് സാധ്യമാകുന്നതാണ് എന്ന് തന്നെ ഇവിടെ കാണുന്നു. ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഇവിടെ സൈലൻ്റായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോട് കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിച്ച് കഴിഞ്ഞ ചില സാഹചര്യങ്ങളുണ്ടാവാം. നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ചിലപ്പോൾ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളിവിടെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾക്കിവിടെ അവബോധം വരുന്നുണ്ട്. കാര്യം കുറേ കഴിയുമ്പോൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്താലും കുറേ കഴിയുമ്പോൾ ആർക്കായാലും ബോധം വരും. അത് ദൈവം തന്നെ പഠിപ്പിച്ചു തരും. അനുഭവങ്ങൾ വരുന്നത് എന്തിനാണ്? പാഠം പഠിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ പാഠത്തിലേക്ക് പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നീക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. നിങ്ങൾക്കിവിടെ ബോധം വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാനും മറ്റുള്ളവരുടെ സഹകരണം വേണ്ടെന്ന് വയ്ക്കാനും ചിലപ്പോൾ തീരുമാനിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക. ഒരുപാട് പേർ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി പല വിധത്തിലും നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവരുടെ എനർജിയും ഇവിടെയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ.
ടെമ്പറൻസ് കണ്ടില്ലേ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയുമുണ്ട്. ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കതിന് ക്ലാരിറ്റി ലഭിക്കുന്ന സമയമായിട്ടുണ്ട്. അതിനൊരു നീതി ലഭിക്കാനുള്ള, ദൈവത്തിൻ്റെ കോടതിയിൽ നിന്നൊരു നീതി ലഭിക്കാനുള്ള സമയം ആയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് ചില കാര്യങ്ങളിൽ. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിരുന്നാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു ചേരുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണണം. എപ്പോഴും പഴഞ്ചൻ ചിന്താഗതികളോട് അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കുന്ന സാഹചര്യങ്ങളോട് മല്ലിട്ടുകൊണ്ട് അതിനെ തന്നെ മുറുകെ പിടിച്ച് അതിൽ തന്നെ വിഷമിച്ച് കരഞ്ഞ് തളർന്നിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നും മോചനത്തിലേക്ക് വരാനുള്ള സമയം ആയിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാനുള്ള സമയം ആയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കാൻ പറ്റും ഇവിടെ. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്, രൂപമാറ്റം വരികയാണ്. നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനം വരികയാണ്. നിങ്ങൾ ചിലപ്പോൾ ബട്ടർഫ്ലൈസിനെയൊക്കെ കാണാനുള്ള സമയമായിരിക്കാം അവിടെ. കാരണം ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് വന്നിരിക്കുന്നു. ഏഞ്ചലിൻ്റെ സന്ദേശവാഹകരാണ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. ഏഞ്ചൽ ആരുടെ സന്ദേശം കൊണ്ടാണ് വരുന്നത്? ഏഞ്ചൽ ഹയർ സെൽഫിൽ നിന്നുള്ള സന്ദേശം കൊണ്ടുവരുന്നു. ബട്ടർഫ്ലൈസും ചില നമ്പേഴ്സുമൊക്കെ എവിടെ നിന്നാണ്? ഏഞ്ചൽസിൽ നിന്നുള്ള സന്ദേശം കൊണ്ടുവരുന്നു. പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് ഏഞ്ചൽസാണ് ഹയർ സെൽഫിനോട്. അവരുടെ അത്രമാത്രം പ്യുവറായിട്ടുള്ള സോളാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്പീഡിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കോടതിയിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ ഇതിവിടെ സാധിക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളിൽ പലർക്കും മെച്യൂരിറ്റി, അതുപോലെ കോൺഷ്യസ്നെസ്, ട്രാൻസ്ഫോർമേഷൻ, ന്യൂ വിഷൻ, പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സമയം ആയിരിക്കുന്നു. പുതിയൊരു കാഴ്ചപ്പാടിലൂടെ തമാശകളും, ഇതുവരെ നിങ്ങൾ ജീവിച്ചിരുന്നത് വളരെയധികം ദുഃഖമേറിയ ഒരു സാഹചര്യത്തിലാണോ ഇനിയും നിങ്ങൾ വരാൻ പോകുന്നത്? കളിതമാശകൾ നിറഞ്ഞ, ഒരുപാട് കളിയും തമാശകളും ചിരിയും സന്തോഷവും നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് സാമ്പത്തികപരമായാലും മറ്റ് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നു. കാരണം ഇവിടെ എന്താണ്? നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്നുണ്ട്, തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും. അങ്ങനെ തന്നെ വരുമ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ക്ലാരിറ്റി വേണം. ജീവിതത്തിലൊരു ക്ലാരിറ്റി ഇല്ലാതെ മുന്നോട്ട് വരാൻ സാധിക്കില്ല. അത് വേണ്ട, ഇത് വേണം എന്ന് തീരുമാനിക്കാനുള്ള സമയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള സമയം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ അറിയേണ്ട കാര്യമെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഒരിടത്തും നെഗറ്റീവായ സാഹചര്യങ്ങളെ മുറുകെ പിടിച്ച് നിൽക്കാൻ പാടില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് കടന്ന് മുന്നോട്ട് വരണം. എനിക്കിത് സാധിക്കണം എന്ന് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരിക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാവുകയുള്ളൂ. ഈസി ആയിട്ട് ഒന്നും സാധിക്കുകയില്ല. ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം പല കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സക്സസ് ലഭിക്കാനുള്ള സമയം വരുന്നത്. അത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ തീരുമാനം എന്താണോ അത് നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ പോകുന്നു. അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാവുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണുന്നു. ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് പോവാൻ സാധിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ? അത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട്
എപ്പോഴും ഫൊർഗിവ്നെസ് പറയാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും നിങ്ങൾ മടി വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ഇവിടെ സ്പിരിച്വൽ വർക്ക് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സക്സസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ബോധം ജനിക്കുന്നുണ്ട്, ബോധം ലഭിക്കുന്നുണ്ട്, പല കാര്യങ്ങളിലും തിരിച്ചറിവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ പഴയതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുറച്ചൊന്ന് മെച്ചുവേർഡായിട്ട് ചിന്തിക്കാനുള്ള, പണ്ടൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും തമാശയായിട്ട് കരുതിയിട്ടുണ്ടാവാം. പക്ഷേ അവിടെ അത് തമാശയല്ല, ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു പക്വത, നിങ്ങളുടെ മനസ്സിനൊരു പക്വത വന്ന സമയമാണിത് എന്നാണ് കാണുന്നത്. ഇതുവരെ നിങ്ങൾക്കൊരു പക്വതയില്ലാതെ കണ്ട് തന്നെ പല കാര്യങ്ങളിലും തോൽവി സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നല്ല ഒരു പക്വത ലഭിച്ചിട്ടുണ്ട്, നല്ല ഒരു അവബോധം ലഭിച്ചിട്ട് മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ലേഡി ബഗ് ആണ്. കണ്ടില്ലേ ഇവിടെ, ദിസ് ഈസ് എ ടൈം ഓഫ് ഗുഡ് ഫോർച്യൂൺ ആൻഡ് അബണ്ടൻസ്, സോ ബി വില്ലിംഗ് ടു റിസീവ് ആൾ ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ്. ഇത് നിങ്ങൾക്ക് സമയമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ആണ് ഇവിടെ മെസ്സേജ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല സമയമാണ്. ദിസ് ഈസ് എ ഗുഡ് ഫോർച്യൂൺ, ടൈം ഓഫ് ഗുഡ് ഫോർച്യൂൺ. നിങ്ങൾക്ക് നല്ല സമയമാണ്, നല്ല ഭാഗ്യം കൊണ്ടുവരുന്ന സമയമാണിത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റേതായ സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. കണ്ടില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് എന്തിൻ്റെയും കൂടെയാണ്? അബണ്ടൻസിൻ്റെ, സമൃദ്ധിയുടേതായ ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും സ്വീകരിക്കാൻ നിങ്ങളുടെ ലൈഫ് തയ്യാറാവൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവൂ. അതിനായിട്ടുള്ള കഴിവ് നിങ്ങൾ നേടിയെടുക്കൂ എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? നിങ്ങളുടെ ലൈഫിലേക്ക് ഫോർച്യൂൺ വരുന്നുണ്ട്, ഭാഗ്യം വരുന്നുണ്ട്, അതിനുള്ള സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം സ്വീകരിക്കാൻ നിങ്ങൾ സ്വയം തയ്യാറാവൂ എന്നാണ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന കാർഡ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.